കേരള ഗാന്ധി സാഹിത്യവേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ മാസാചരണ സമാപനവും അക്ഷരഗുരു കവിയൂർ സ്മാരക പുസ്തക സമർപ്പണവും സംഘടിപ്പിച്ചു. കണ്ണൂർ താവക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ KV പ്രശാന്തൻ അധ്യക്ഷത വഹിച്ചു. സൗമ്യ മട്ടന്നൂർ പുസ്തക സമർപ്പണം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് ശശികല, സുനിൽ മടപ്പള്ളി, PV രാജമണി, രമാബാലൻ, T ഗീതമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സൗമ്യ മട്ടന്നൂർ, സുനിൽ മടപ്പള്ളി, വേദിയിലും സദസ്സുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ 5 അവയവങ്ങളുണ്ട്. പ്രധാനപ്പെട്ട അതിന് ജ്ഞാനപഞ്ചേന്ദ്രിയം എന്നാണ് പറയുക. എന്താ പറയുക? ജ്ഞാനപഞ്ചേന്ദ്രിയം അറിവ് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. എന്താണ്? കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, അല്ലേ? തോലുകൊണ്ട് തൊട്ടറിയുന്നു. അതുകൊണ്ടാണ് ഈ അവയവങ്ങളെ ജ്ഞാനപഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ജ്ഞാനപഞ്ചേന്ദ്രിയങ്ങളിൽ മൗനമായി വായിക്കുന്ന ഒരാളുടെ കണ്ണ് മാത്രമേ പ്രയോജനപ്പെടുന്നു. കണ്ണുകൊണ്ട് നോക്കുന്നു, വായിക്കുന്നു. ഉറക്കെ വായിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, നാവ് കൊണ്ട് അത് പറയുന്നു, ചെവി കൊണ്ട് അത് കേൾക്കുന്നു. അപ്പം നമ്മുടെ അവയവങ്ങളിൽ 3 എണ്ണം ഒരേ സമയത്ത് ഉറക്കെ വായിക്കുമ്പോൾ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ട് എന്താണ്? വായിച്ചത് മനസ്സിൽ നിൽക്കാൻ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും അവരവർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വായിച്ചു പഠിക്കണം. അതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണ്? അക്ഷരശുദ്ധിയോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും. മൗനമായി വായിക്കുമ്പോൾ വാക്കുകളൊന്നും പറയാത്തതുകൊണ്ട് അതിലെ അക്ഷരങ്ങളൊന്നും നമ്മൾ ഉച്ചരിക്കുന്നില്ല. മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ. കോളേജ് കോഡ് SNC.